വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഗസയിൽ ഇസ്രായേൽ തീമഴ പെയ്യിക്കാൻ തുടങ്ങിയിട്ട് 15 മാസം കഴിയുന്നു. 46,000-ത്തിലധികം പലസ്തീനികൾ ക്രൂരമായി കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ ഏറിയ പങ്കും സ്ത്രീകളും കുട്ടികളും. ഹമാസിന്റെ എത്ര പോരാളികൾ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേലിന് പോലും പറയാനാവുന്നില്ല. സ്വപ്നം കണ്ട് വളരേണ്ടിയിരുന്ന ഗസയിലെ കുരുന്നുകൾ മാലാഖമാരുടെ ചെറുകിൽ സ്വർഗത്തിലേക്ക് യാത്രയായി. കുഞ്ഞുങ്ങളെ താലോലിച്ച് സായുജ്യമടയേണ്ടിയിരുന്ന അമ്മമാർ വേർപാടിന്റെ തീരത്ത് മക്കളെയോർത്ത് കണ്ണീർ പൊഴിക്കുന്നു. അനാഥമാക്കപ്പെട്ട 10,000-കണക്കിന് ബാല്യങ്ങളിൽ നല്ല പങ്കും കൈകാലുകളിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടവർ. ഇനിയും രക്തക്കൊതി തീരാത്ത നെതന്യാഹുവിന്റെ ലോകം ഇപ്പോഴും കൊന്നുകൊണ്ടിരിക്കുന്നു ഗസയിലെ കുഞ്ഞുങ്ങളെ, അവരുടെ അമ്മമാരെ, അവരുടെ പിതാക്കളെ, സഹോദരങ്ങളെ. നിലവിളികളുടെ മാറ്റൊലി അവസാനിക്കാത്ത ഗസ, പഴകിയ രക്തത്തിന്റെ ദുർഗന്ധം നിറഞ്ഞു നിൽക്കുന്ന ഗസയിലെ വരണ്ട കാറ്റ്. രക്തം കുടിച്ച് ജീർണിച്ച ഗസയുടെ മണ്ണിൽ ശവന്നാറി പൂക്കൾ പോലും പൂക്കുന്നില്ല ഇപ്പോൾ. ഇന്ന് മതിയാവോളം വെള്ളം കുടിക്കാൻ ഗസയിലെ മനുഷ്യർക്ക് അവകാശമില്ല. വിശപ്പ് മാറ്റി ഭക്ഷണം കഴിക്കാൻ അനുവദിക്കുന്നില്ല. മരുന്നും വൈദ്യസഹായവും അവർക്ക് നിഷേധിക്കപ്പെട്ടിട്ട് മാസങ്ങളായി. ഫലസ്തീനിലെ കുരുന്നുകൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും തകർക്കപ്പെട്ടിരിക്കുന്നു. സ്വന്തം നാട്ടിൽ അവരുടെ സ്വപ്നഗ്രഹങ്ങൾ തച്ചു തകർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അട്ടിയൊടിച്ചുകൊണ്ട് അഭയാർത്ഥികളാക്കപ്പെട്ട ഗസൻ ജനതയുടെ ദുരന്തം പറയാൻ പോലും ലോകത്താളില്ല, അത് കേൾക്കാൻ. കൊല്ലാൻ ആയുധം കയ്യിൽ വെച്ചു കൊടുത്തവർ തന്നെ സമാധാന വാക്കുകളും പറഞ്ഞ് കൂടെ കൂടിയിട്ട് വർഷം 1 കഴിഞ്ഞു. ഇതിനിടയിൽ എത്രയോ തവണ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുമെന്ന് വ്യാമോഹിപ്പിക്കുന്ന വാക്കുകളുണ്ടായി. പക്ഷേ ഫലമുണ്ടായില്ല. ഇപ്പോൾ വീണ്ടും ഒരു വെടിനിർത്തൽ കരാർ അതിന്റെ പൂർണ്ണാർത്ഥത്തിലെത്താൻ പോകുന്നതായി സൂചന നൽകുന്നു. പക്ഷേ അപ്പോഴും ഇസ്രായേലിന്റെ ക്രൂരതയ്ക്ക് അറുതി വരുന്നില്ല. കഴിഞ്ഞ ദിവസവും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ 50ഓളം പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഇന്ന് രാവിലെയും ഏകദേശം 20-ലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഹമാസിനെ തേടി നടക്കുന്നവർ സാധാരണ മനുഷ്യർ തിങ്ങിക്കഴിയുന്ന അഭയകേന്ദ്രങ്ങളിൽ എന്തിനാണ് ആക്രമണം നടത്തുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ആ ചോദ്യത്തിന് ഉത്തരം കാണണമെന്ന് മറ്റ് വികസിത രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. വെടിനിർത്തൽ കരാറിന് വേണ്ടിയുള്ള തീവ്രമായ ചർച്ചകൾ നടക്കുമ്പോഴും തികഞ്ഞ ധാർഷ്ട്യത്തോടെ ഫലസ്തീനികൾ കൊന്നൊടുക്കുകയാണ് ഇസ്രായേൽ. ഈ ഒരു വർഷം കൊണ്ട് ഗസ എന്ന് പറയുന്ന ചെറു പ്രദേശത്ത് നിന്നും കൊല്ലപ്പെട്ടത് 46,500-ലധികം വരുന്ന മനുഷ്യരാണ്. മാരകമായി പരിക്കുപറ്റിയവർ 1,00,000-ലധികമാണ്. വംശഹത്യ ലക്ഷ്യം വെക്കുന്ന ഇസ്രായേൽ കൂടുതലും കൊന്നുകൂട്ടുന്നത് കുട്ടികളെയും സ്ത്രീകളെയുമാണ്. അവരാരും ഹമാസിന്റെ ലേബലിലുള്ളവരല്ല. ഓരോ ദിവസവും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നിരവധി വീടുകളാണ് ചപ്പുചവറുകളുടെ കൂമ്പാരങ്ങളായി മാറ്റപ്പെടുന്നത്. അതിൽ ജീവനോടെ മറവ് ചെയ്യപ്പെടുന്ന നിരപരാധികളായ ഫലസ്തീനികളും. അതിനിടയിൽ ഇസ്രായേൽ ഗസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിന്റെ അവസാനവട്ട ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ചർച്ചയിൽ ഖത്തർ, ഈജിപ്റ്റ് മധ്യസ്ഥരും അമേരിക്കൻ ഉദ്യോഗസ്ഥരും ഉയർന്ന ഇസ്രായേൽ പ്രതിനിധികളും സന്നിഹിതരാകും. ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് വെടിനിർത്തൽ കരാർ സാധ്യമാവാനിരിക്കുന്നു, കരാർ അടുത്തിരിക്കുന്നു എന്നാണ്. നിർണായക വിഷയങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധികളും പുറത്തു പോകുന്ന ബൈഡന്റെ പ്രതിനിധികൾക്കുമൊപ്പം ഇസ്രായേലി സുരക്ഷാ ഏജൻസിയായ മൊസദിന്റെയും ഷിൻബത്തിന്റെയും പ്രതിനിധികളും ഹമാസിന്റെ പ്രതിനിധികളും മധ്യസ്ഥരായ ഈജിപ്തും ഖത്തറിന്റെയും കൂടെ ചർച്ചാവേദിയിലുണ്ട്. എല്ലാവരും ചേർന്ന് എത്രയും പെട്ടെന്ന് ഒരു വെടിനിർത്തൽ കരാർ സാധ്യമാക്കാനുള്ള പ്രയത്നത്തിലാണ്. എല്ലാ സമയവും വെടിനിർത്തൽ കരാർ അവസാന നിമിഷം പരാജയപ്പെടാറാണ് പതിവ്. എന്നാൽ ഈ പ്രാവശ്യം അതിന് വിപരീതമായി നടപ്പിലാവാൻ പോകുന്ന ലക്ഷണമാണ് കാണുന്നത്. അതിന് പ്രധാന കാരണം അസ്തമിക്കാൻ പോകുന്ന അമേരിക്കൻ പ്രസിഡന്റും ഉദിക്കാൻ പോകുന്ന അമേരിക്കൻ പ്രസിഡന്റുമാണ്. രണ്ടുപേർക്കും ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഒരാൾക്ക് അയാൾ പടിയിറങ്ങുന്നതിന് മുമ്പും മറ്റേയാൾക്ക് അയാൾ അധികാരമേൽക്കുന്നതിന് മുമ്പും യുദ്ധം അവസാനിക്കണം എന്ന ആഗ്രഹക്കാരാണ്. തത്വത്തിൽ വെടിനിർത്തൽ കരാർ അനിവാര്യമാണ് എന്നുള്ളതാണ്. എന്നാൽ ഫലസ്തീനികളിൽ പലർക്കും ഈ വെടിനിർത്തൽ കരാർ എന്ന് കേൾക്കുന്നത് തന്നെ പുച്ഛമായി തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഫലസ്തീനികൾ അവർ വലിയ ആശങ്കയിലാണ്. അവരിൽ പലരും ഇനിയും അവരുടെ കുടുംബവുമായുള്ള ഒരു കൂടിച്ചേരൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയോ അതിനായി ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല. അവരിൽ നല്ലൊരു ശതമാനം ആളുകൾക്കും അവരുടെ വീടുകൾ മാത്രമല്ല നഷ്ടപ്പെട്ടിരിക്കുന്നത്, തിരിച്ചെടുക്കാനാവാതെ അവരുടെ ജീവൻ തന്നെയാണ്. പലർക്കും അവരുടെ മക്കളെക്കുറിച്ച് അറിവില്ല. അവരുടെ മാതാപിതാക്കൾ എവിടെയാണെന്നറിയില്ല. അവരുടെ പ്രിയപ്പെട്ടവർ ജീവനോടെയുണ്ടോ മരിച്ചോ എന്നറിയില്ല. അവരുടെ ബിസിനസ് സ്ഥാപനങ്ങളില്ല, അവരുടെ ജോലികളില്ല,
ഒരു തിരിച്ചുവരവ് അസാധ്യമായ ജീവിതമാണ് ഇനി അവർക്ക് മുന്നിലുള്ളത്. ഗസക്ക് പഴയ ഗസയാവാനോ ഗസയുടെ മുറിപ്പാടുകൾ ഉണക്കാനോ നൂറ്റാണ്ടുകൾ തന്നെ വേണ്ടിവരും. വെടിനിർത്തലിന്റെ ആദ്യഘട്ടം ഹമാസിന്റെ കൈവശമുള്ള 30 ഇസ്രായേൽ തടവുകാരെ സ്വതന്ത്രരാക്കും. പകരം ഇസ്രായേൽ 50 ഫലസ്തീൻ തടവുകാരെ ഓരോ ഫീമെയിൽ പട്ടാളക്കാർക്കും പകരമായി മോചിപ്പിക്കും. അവശേഷിക്കുന്ന ഓരോ തടവുകാർക്കും 30 പേർ വീതം വിട്ടയക്കും. ആദ്യഘട്ടത്തിന്റെ അവസാനമാകുമ്പോഴേക്കും ഫിലാഡൽഫിയ കോറിഡോറിൽ നിന്നും മുഴുവൻ ഇസ്രായേൽ പട്ടാളക്കാരെയും പിൻവലിക്കും. രണ്ടാം ഘട്ടം 16-ാം ദിവസം മുതൽ ആരംഭിക്കും. ഇതിന് അവശേഷിക്കുന്ന ബന്ദികളെയും സൈനികരെയും വിട്ടയക്കും. മൂന്നാം ഘട്ടത്തിൽ ഗസയുടെ പുനർനിർമ്മാണ ചർച്ചയിൽ പുതിയ ഭരണകൂടത്തിന്റെ രൂപീകരണവുമായിരിക്കും. അന്താരാഷ്ട്ര ബോർഡ് കീഴിലുള്ള സുരക്ഷാ പരിശോധനയും വടക്കൻ ഗസയിലേക്കുള്ള 1 മില്യൺ ഫലസ്തീനികളുടെ തിരിച്ചുവരവും ഈ ഘട്ടത്തിൽ ഉണ്ടാകും. ഇത്രയൊക്കെയാണ് വെടിനിർത്തൽ സാധ്യമായാൽ സംഭവിക്കാനുള്ളത്. എന്നാൽ ഇന്നും ഗസയിലെ അതിക്രമങ്ങൾക്ക് ഇസ്രായേൽ കുറവ് വരുത്തുന്നില്ല. ഇസ്രായേലിന്റെ ആക്രമണ ഭീതിയിൽ തന്നെയാണ് ഓരോ ദിവസവും ഓരോ നിമിഷവും ഗസയിലെ ജനങ്ങൾ ജീവിക്കുന്നത്. അതേസമയം ഇസ്രായേൽ ഫിനാൻസ് മിനിസ്റ്റർ ബെസാലിയൻ സ്മോട്രിച്ച് പറഞ്ഞത് ഹമാസുമായുള്ള ഈ കരാർ നരകത്തിലേക്കുള്ള പാതയൊരുക്കലാണ് എന്നാണ്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഇതാണ്: ഗസ മുനമ്പ് മുഴുവനായും പിടിച്ചെടുക്കുന്നതിനും ശുദ്ധീകരിക്കുന്നതിനും പറ്റിയ സമയമാണ് ഇതെന്നാണ്. ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടതില്ല എന്നാണ്. അങ്ങനെ നമ്മുടെ ശക്തി തെളിയിക്കാനുള്ള ഏറ്റവും നല്ല അവസരം കൂടിയാണ് ഇത് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ.